നന്മ നിറഞ്ഞ ഒരു നാടിൻ്റെ കഥയാണ്. 1000 കഥകളുള്ള ഒരു ഗ്രാമത്തിൻ്റെ ചരിത്രമാണ്. പുഴൊഴുകും വഴിയരികിൽ, പച്ചപ്പ് നിറഞ്ഞ താഴ്വരയിൽ, മരങ്ങൾ തണല് പകരുന്ന ഭൂമികയിൽ ഒഞ്ചോടെ നിൽക്കുന്ന ഒരു നാട്. ആ നാടിൻ്റെ പേരാണ് ആലൂര്. ഊരെന്നാൽ കന്നഡയിൽ നാട് എന്നാണ് അർത്ഥം. പണ്ട് കാലങ്ങളിൽ ഇവിടെ ധാരാളം ആൽമരങ്ങളുണ്ടായിരുന്നുവെന്നും ആൽമരങ്ങളുടെ ഊര് എന്ന അർത്ഥത്തിൽ നാടിൻ്റെ പേര് വാമൊഴിയിൽ ആലൂരായി മാറിയതാകാമെന്നും പഴമക്കാർ പറയാറുണ്ട്. റോഡുകളൊക്കെ സജീവമാവുന്നതിന് മുമ്പ് പുഴയായിരുന്നു ഗതാഗത മാർഗം. പുഴയിലൂടെ തോണിയിലൂടെയായിരുന്നു ആളുകൾ സഞ്ചരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആലൂരിൻ്റെ പുഴയോരങ്ങളിൽ ധാരാളം വീടുകൾ നിർമ്മിക്കപ്പെട്ടു. കടകളും കച്ചവട കേന്ദ്രങ്ങളും ഉണ്ടായി. ആലൂരിലെ പള്ളി ജില്ലയിലെ തന്നെ പുരാതനമായ മഹല്ലുകളിൽ ഒന്നാണ്. കളിയും കലയുമാണ് ആലൂർക്കാരുടെ ആവേശം. ദഫുമുട്ടും മാപ്പിളക്കലയും ക്രിക്കറ്റ് കളിയും ആലൂരിൻ്റെ അടയാളമാണ്. 60കളിലാണ് ആലൂരിൻ്റെ ദഫ് പാരമ്പര്യത്തിൻ്റെ തുടക്കം. അതിന്നും ആവേശത്തോടെ തുടരുന്നുണ്ട്. ഓരോ വീട്ടിലും ദഫ് മുട്ടുകയും മാപ്പിളപ്പാട്ട് പാടുകയും ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടാവും. ആലൂരുകാർക്ക് ക്രിക്കറ്റും ഫുട്ബോളും ജീവന്റെ ജീവനാണ്. 80കളിൽ തന്നെ ആലൂരിൻ്റെ കൊയ്ത്തൊഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ ക്രിക്കറ്റുണ്ട്. അണ്ടറാം ക്രിക്കറ്റിൻ്റെ പേരെടുത്ത ടീമായി ആലൂര് ടീം മാറി. 90കളുടെ ആദ്യത്തിൽ അത് ACC എന്ന ലേബലിലേക്ക് വഴിമാറുന്നു. പിന്നീട് അങ്ങോട്ട് ക്രിക്കറ്റ് ആലൂരിൻ്റെ എല്ലാമായി മാറുകയായിരുന്നു. തലമുറകൾ പലതു മാറി, പക്ഷേ ആവേശം മാത്രം മാറിയില്ല. 2025 എത്തി നിൽക്കുമ്പോഴും അതേ ആവേശത്തോടെ ആലൂരിൽ ക്രിക്കറ്റിൻ്റെ ആരവങ്ങൾ ഉയരുകയാണ്. ഓരോ വൈകുന്നേരങ്ങളിലും കുഞ്ഞിയെടുക്കത്തെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് എല്ലാ തിരക്കും മാറ്റിവെച്ച് അവരെത്തും. കുഞ്ഞിയെടുക്കത്തെ കുഞ്ഞു മൈതാനം കൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസായി മാറുമെന്നേരം വസീം അക്രമിനെയും സഹീർ ഖാനെയും സാക്ഷാൽ കിങ് കോഹ്ലിയെയും ഓർമ്മിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി പലരും നിറഞ്ഞാടും. അന്ന് ഞങ്ങൾ കളിക്കുന്ന സമയത്ത് ഈ ക്രിക്കറ്റിൻ്റെ നിയമവശങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഭാവിക്കരായിട്ട് ഒരു മത്സരം നടത്തിയ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. അന്ന് ബാറ്റ് കയ്യിൽ നിന്ന് ഇളകിപ്പോയാൽ അത് പറക്കി എടുത്തു കഴിഞ്ഞാൽ ഔട്ടാവുന്നൊരു സമ്പ്രദായം ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. അതായത് ബാറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബാറ്റ് നമ്മളെ കയ്യിൽ നിന്ന് ഇളകിപ്പോയാൽ എതിർ ടീമിൻ്റെ ആൾക്കാർ ബാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഔട്ട്. അങ്ങനെ ഭാവിക്കരോട് ഞങ്ങൾ ജയിച്ചൊരു സംഭവം ഉണ്ടായി. ബാറ്റ് തെറിച്ച് വന്നപ്പോൾ ഞങ്ങൾ പറക്കിയിട്ട് അയാൾ ഔട്ടായി. ആ കാരണത്താൽ തന്നെ അന്നത്തെ ആ കളി ഞങ്ങൾ ജയിച്ചിരുന്നു. ഒന്നും രണ്ടുമല്ല, 8 സീസണിലേക്കാണ് ആലൂരിൻ്റെ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കടന്നുപോയത്. ACC ക്ലബ്ബ് ആലൂർ, അത് നെഹ്റു യുവകേന്ദ്രയിൽ രജിസ്റ്റർ ആയത് 2003 ഇപ്പോൾ അടുത്ത് വരുന്ന ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് നാട്ടിലെ ഒരു ഉത്സവം എന്നതിലുപരി നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഈ മാമാങ്കത്തിൽ തന്നെ അതിനു വേണ്ടിയുള്ള പ്രചോദനം നൽകുന്ന പരിപാടികളും സംഘടിപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ പ്രീമിയർ ലീഗ് എന്ന് പറയുമ്പോൾ നാട്ടിലെ എന്നും ഒരു ഉത്സവമായിരുന്നു. ആ ഉത്സവം ഒന്നുകൂടി കളർഫുള്ളാക്കിയിട്ട് 8ാം സീസണ്
വലിയ രീതിയിൽ പിന്നെ 2 ദിവസത്തെ ലൈവോട് കൂടിയിട്ടുള്ള വലിയൊരു കളി സംഘടിപ്പിക്കുന്നുണ്ട്. നാട്ടിൽ മാത്രമല്ല ഗൾഫിലെത്തിയാലും ആലൂരുകാർ ക്രിക്കറ്റ് കളിക്കും, ആലൂരുകാർ ദഫ് മുട്ടും. ആലൂരിൻ്റെ ദഫ് ഗൾഫിലെ ഏറ്റവും പേര് കേട്ട ദഫാണ്. അതുപോലെ തന്നെയാണ് ക്രിക്കറ്റും. അവിടെയും പ്രീമിയർ ലീഗ് ഉണ്ട്, താരലേലമുണ്ട്. അവിടെയും 8 സീസണുകൾ പിന്നിട്ടിരിക്കുന്നു. Good morning guys, welcome back to the pavilions. Wonderful players here, winning against Friday seconds and Emirates Kings. What a match just going on. It's complete of great players and one of the talented players. Now guys, what do you think? The climate is okay. The people is waiting for the second matches. Both brothers play captain innings. We can see who is the best. And TT is one of the experienced captain of last season. He is playing very well last season. I hope he will be playing today also. And we can see the matches for. Thank you very much, guys. പണ്ട് അണ്ടറാം ക്രിക്കറ്റിൽ തുടങ്ങിയ കളിയും പഴയ കളിക്കാരെ കാണിച്ച വഴിയും വെറുതെയായില്ല. ഇന്ന് ആലൂരിൻ്റെ പ്രതിഭകൾ പല ടീമുകൾക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. ജില്ലാ ലീഗിൽ പല ഡിവിഷനുകളിൽ പല ടീമുകൾക്കായി ഹാർഡ് ബോളിൽ പാഡ് അണിയുന്നുണ്ട്. ക്രിക്കറ്റ് പോലെ ഫുട്ബോളും കളിക്കും, വോളിബോളിനെ നെഞ്ചിലേറ്റും. സകല കലയായി അവർ നിറഞ്ഞു നിൽക്കും. ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് കളിക്കാരുള്ള നാട്, ഏറ്റവും നല്ല മാപ്പിള കലാകാരന്മാരുള്ള നാട്, ഏറ്റവും അധികം പ്രവാസികളുള്ള നാട്, കൃഷിയും കച്ചവടവും ഉപജീവനമാർഗമായി കാണുന്ന നാട്. ആലൂര് അധ്വാനിക്കുന്നവരുടെയും സ്നേഹിക്കുന്നവരുടെയും നാടാണ്. നമ്മുടെ ക്ലബിന്റെ 2024-25 പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ എല്ലാ മെമ്പർമാർക്കും അതിന് പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്ത നാട്ടുകാർക്കും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നതോടൊപ്പം ഈ വരുന്ന ഫെബ്രുവരി 1-2 നടത്തപ്പെടുന്ന നമ്മുടെ കൾച്ചറൽ ക്ലബിന്റെ കീഴിലുള്ള ഏറ്റവും വലിയ ക്രിക്കറ്റ് മാമാങ്കത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കല, കായിക, വിദ്യാഭ്യാസ രംഗങ്ങളിൽ വിപ്ലവകരമായ മുന്നേറ്റം നടത്തുകയാണ് ACC ആലൂർ. ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന ബാവിക്കര പമ്പ് ഹൗസിന്റെ ഡാം സ്ഥിതി ചെയ്യുന്നത് ആലൂരിലാണ്. ആലൂരിലെ ഡാം ഇന്ന് വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. വെള്ളച്ചാട്ടത്തിന്റെ അഴക് കാണാനും ഫോട്ടോ എടുക്കാനുമായിട്ട് നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. പല രാഷ്ട്രീയ പാർട്ടിയിലും സംഘടനയിലും വിശ്വസിക്കുന്നവരാണ് ആലൂരുകാർ. എന്നാൽ ACC അഥവാ ആലൂർ കൾച്ചറൽ ക്ലബ്ബ് എന്ന വികാരത്തിന് മുന്നിൽ അവർ ഒറ്റ ഹൃദയമായി മാറും. നിങ്ങൾക്കെതിരെ ഉയരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഭാവിക്കര റെഗുലേറ്റർ പരിസരത്ത് നാടിനു വേണ്ടി അവർ ഒന്നിച്ച് കളിക്കും. നാടിന്റെ വികസനത്തിനു വേണ്ടി അവർ ഒരേ വികാരത്തോടെ പോരാടും. ഒരുപാട് സമരങ്ങൾ അവർ നയിച്ചു. ആ പോരാട്ടത്തിൽ അവർ വിജയം നേടി മടങ്ങി. അങ്ങനെ കൂട്ടായ്മയുടെയും കൂട്ടവിജയത്തിൻ്റെയും ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഈ ബാറ്റും ഈ ബോളും ഇനി കഥ പറയും. നമ്മുടെ ക്രിക്കറ്റ് മൈതാനങ്ങൾ ഇനിയും നിറയും. തലമുറകൾ മാറിയാലും ആലൂരിൻ്റെ ആവേശം മാത്രം മാറില്ല.